അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ബഹുമാനം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ശവ്വാൽ മാസത്തിന്റെ 11ാം രാവിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നാളെ 11ാമത്തെ പകലാണ്. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളെ എല്ലാവരെയും നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ഈമാൻ കിട്ടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. അതിന് ഈ മജ്ലിസ് നീ കാരണമാക്കണേ അല്ലാ. ഒരുപാട് ആളുകൾ നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുമാറാവട്ടെ. ആരൊക്കെ ദുആരക്കാൻ ഏൽപ്പിച്ചോ എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറക്കത്തും കൊടുക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാ നമ്മൾ മജ്ലിസിലേക്ക് കടക്കുകയാണ്. ദിക്ർ ഔറാദുകൾ സ്വലവാത്തുകൾ ചൊല്ലി നമുക്ക് ദുആരക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ്, നമ്മുടെ ദുആ, നമ്മുടെ എല്ലാ ഔറാദുകളും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന രാവാണ്. ഇൻഷാ അല്ലാ നമുക്ക് ഒരു സ്വലാത്ത് പറഞ്ഞിട്ട് നമ്മുടെ മജ്ലിസിലേക്ക് കടക്കാം. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഈ ശവ്വാൽ മാസത്തിൽ ഒരുപാട് കണ്ട് നമ്മൾ സ്വലാത്ത് പറയണം. നമുക്ക് ഒരുപാട് സ്വലാത്തുകൾ അറിയാം. നമുക്കിന്ന് തിബ്ബ് സ്വലാത്ത് പറഞ്ഞാലോ? നമ്മുടെ രോഗങ്ങൾക്ക് ശിഫാ കിട്ടാൻ, നമ്മുടെ പ്രയാസ പ്രതിസന്ധികളൊക്കെ മാറാൻ ഏറ്റവും നല്ലൊരു സ്വലാത്താണ് തിബ്ബ് സ്വലാത്ത്. ഇൻഷാ അല്ലാ നമുക്കത് കുറച്ചു വട്ടം പറയാം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. പരിശുദ്ധമായ പരിപാവനമായ ശവ്വാൽ മാസം. ഈ ശവ്വാൽ മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട, ശവ്വാൽ മാസത്തിലെന്നല്ല, ജീവിതത്തിലെ ഏത് സമയമുണ്ടോ എല്ലാ സമയത്തും നമ്മൾ അധികരിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ, സ്വഹാബിമാർക്ക് പറയാൻ പറഞ്ഞുകൊടുത്ത ഒരു പ്രത്യേകമായ ദിക്റുണ്ട്. അതായത് കടലിന്റെ നുരയോളം തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും പൊറുക്കപ്പെടുമെന്ന് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ദിക്ർ പറയാം. അല്ലാഹു തആല ഈ ദിക്ർ പറയുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ട് അത് മുഴുവനും നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ പറഞ്ഞോ.
لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്തുകൾ എടുത്തു നോക്കിയാൽ ഒരുപാട് ദുആ വസിയത്തുകൾ രോഗസംബന്ധമായ പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞാൽ സതെ ഓപ്പറേഷന് വിധേയമാകാൻ പോകുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിലാണ്, അപകടത്തിൽപ്പെട്ട് ഓപ്പറേഷൻ കഴിയാൻ പോകുന്നു, അതുപോലെ ക്യാൻസർ രോഗമാണ്, ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയി സ്ട്രോക്ക് വന്നിരിക്കുന്നു, അറ്റാക്കാണ്, അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് ഫിക്സ് ആണ്. ഇങ്ങനെ ഒരുപാട് ദുആ വസിയത്തുകൾ നമ്മുടെ രോഗസംബന്ധമായി പ്രയാസങ്ങൾ സംബന്ധമായി നമ്മുടെ വീഡിയോകൾക്ക് താഴെ വരുന്നുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ രോഗം ശിഫയാവണം, നമ്മളോട് ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞോ അവരുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കണം. അതിന് പറ്റിയ ഒരു ദുആ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നു. എല്ലാവരും മനസാന്നിധ്യത്തോടു കൂടി പറയുക. പറയുമ്പോൾ അല്ലാഹു എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ എന്ന് മനസ്സിൽ തട്ടി ഇൻഷാ അല്ലാഹ് പറയട്ടോ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വഅംറാല മൻ ഔസ്വാനാ യാ ശാഫിയൽ അംറാൽ. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض.
اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض അല്ലാഹു മാത്രം എനിക്ക് മതി. എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കാൻ പറ്റുന്നവൻ അല്ലാഹുവാൻ. ഈ ഒരു അർത്ഥം വരുന്ന ഒരു ദിക്ർ അല്ലെങ്കിൽ ഈ അർത്ഥം വരുന്ന ഒരു ബൈത്ത് പോലെ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്നുണ്ട്. നമ്മളെ ഉമ്മയും വാപ്പയൊക്കെ നമ്മളെ ചെറുപ്രായത്തിൽ ഉറക്കാൻ വേണ്ടി ഇത് പറയാറുണ്ട്. ഇതൊരു താരാട്ടുപാട്ടായിട്ട് ആരും കണക്കാക്കരുത്. ഇത് നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും മനസ്സിൽ തട്ടിപ്പറയേണ്ട ഒരു അമൂല്യമായ ഒരു ദിക്റാണ്, അമൂല്യമായ ഒരു വചനമാണ്. നമുക്കതൊന്ന് പറഞ്ഞാലോ? പറഞ്ഞോ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സ്വല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു വൃക്ഷം നടപ്പെടുമെന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ആ ദിക്ർ? നമ്മളൊക്കെ തസ്ബീഹ് നമസ്കരിച്ചു റമളാൻ മാസത്തിൽ അല്ലേ? ആ തസ്ബീഹ് നമസ്കാരത്തിലും അതുപോലെ പെരുന്നാൾ നിസ്കാരത്തിലൊക്കെ നമ്മൾ പറഞ്ഞ ഒരു തസ്ബീഹ് ഉണ്ട്. ആ തസ്ബീഹാണ് ഇൻഷാ അല്ലാഹ് പറയേണ്ടത്. ഒരുപാട് പ്രതിഫലങ്ങൾ ഈ തസ്ബീഹ് പറഞ്ഞാൽ കിട്ടുന്നതാണ്. പറഞ്ഞാലോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി لا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. سبحان الله والحمد لله ولا إله إلا الله والله أكبر. سبحان الله والحمد لله ولا إله إلا الله الله أكبر. മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന ദിക്ർ ഏതാണ്?
നമ്മൾ സാധാരണ നമ്മൾ റമളാനിലേക്ക് ഒരുപാട് കണ്ടു പറഞ്ഞ ആ ഒരു ദിക്ർ പറഞ്ഞു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി യസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി യസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയ ദിക്റുകൾക്കും സ്വലാത്തുകൾക്കും അല്ലാഹുവിന്റെ ഇസ്മുകൾക്കൊക്കെ എന്തെല്ലാം പ്രതിഫലങ്ങൾ, നമ്മളിവിടെ കുറച്ച് പ്രതിഫലമൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഇത് ചൊല്ലുമ്പോൾ അതിന്റെ പിറകിൽ നമുക്ക് കിട്ടാനുണ്ട്. എല്ലാ പ്രതിഫലവും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. എല്ലാ ആപത്ത്, മുസീബത്ത്, എല്ലാവിധ ഇടങ്ങേറുകളെ തൊട്ടും അല്ലാഹു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകം ഉസ്താദ് പേര് പറഞ്ഞ് ഞങ്ങളുടെ ദുആരക്കണമെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പേര് പറയാനാണെങ്കിൽ അതിന് തന്നെ സമയം ഉണ്ടാവുള്ളൂ. ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ ആരൊക്കെ ദുആരക്കാൻ പറഞ്ഞു എല്ലാവരെയും മനസ്സിൽ കണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ നമുക്ക് ഓതി നമുക്ക് ദുആരക്കാം. ഇലാ ഹദ്റത്തി നബിയിനാ വ ഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹദ്റാത്തി മമ്മാതു മിന്നാ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. بسم الله الرحمن الرحيم.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വന്നാസ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما رب ارحمهما كما ربياني صغيرا أرحم الراحمين ആയ കരുണയുള്ള റബ്ബേ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ ഖബൂലാക്കി അനുഗ്രഹിക്കണേ അല്ലാ പരിശുദ്ധമായ റമദാൻ മാസമെല്ലാം വിട പറഞ്ഞ് വിശുദ്ധമായ ശവ്വാൽ മാസത്തിന്റെ സുന്ദരമായ രാവുകളിലൂടെ പകലുകളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് ചെയ്യുന്ന അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ അല്ലാഹുവേ ഒരുപാട് നന്മകൾ ചെയ്യാനും അതുവഴി സ്വർഗ്ഗത്തിൽ കടക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരണേ റഹ്മാനെ അല്ലാഹുവേ വിശുദ്ധമായ ഈ ശവ്വാൽ മാസത്തിൽ ഞങ്ങൾ ഒരുപാട് ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട് തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട് സ്വലവാത്തുകൾ പറഞ്ഞിട്ടുണ്ട് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ ഖബൂലാക്കി അനുഗ്രഹിക്കണേ അല്ലാ അല്ലാഹുവേ പടച്ച റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാ ഞങ്ങൾക്കും ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ പരിശുദ്ധമായ ഈ ശവ്വാൽ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ സമാധാനത്തിലാക്കണേ അല്ലാ ഖൈർ കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളോട് ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവേ പടച്ചവനെ നേരിട്ട് കണ്ട് പറഞ്ഞവരുണ്ട് ഫോണിൽ വിളിച്ചു പറയുന്നവരുണ്ട് കമന്റിലൂടെ ഒരുപാട് ഉമ്മമാരും വാപ്പമാരും ഒരുപാട് ദുആ വസിയത്ത് എഴുതാറുണ്ട് എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ വിഷമ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ കടക്കാരായി മരിപ്പിക്കല്ലേ റഹ്മാനെ അല്ലാഹുവേ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പ വഴി എന്താണെന്ന് നിനക്കറിയാം അത് തുറന്നു തരണേ അല്ലാ അല്ലാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കളെ നീ നന്നാക്കി തരണേ റഹ്മാനെ അല്ലാഹു ഞങ്ങളുടെ മക്കൾ വഴിതെറ്റി പോകുന്ന കാലമാണ് നീ കാക്കണേ അല്ലാ അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ കാരണം സന്തോഷിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് തരണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ അവരെഴുതിയ പരീക്ഷകൾക്ക് ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ അല്ലാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്നവർ അതുപോലെ തന്നെ കല്യാണ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട് അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഒരുപാട് ആളുകൾ രോഗികളാണ് രോഗങ്ങൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ മാരകമായ ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ അറ്റാക്ക് പോലെ ചെറുതും വലുതുമായ ഒരുപാട് അസുഖങ്ങളുണ്ട് എല്ലാം നീ ശിഫയാക്കണേ അല്ലാ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ അല്ലാഹു ഞങ്ങളെ ചൊല്ലിയ ദിക്റിന്റെ സ്വലവാത്തിന്റെ കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ നശിപ്പിച്ചു കളയണേ അല്ലാ രോഗങ്ങൾക്ക് നീ ശമനം തരണേ അല്ലാ ഹോസ്പിറ്റലിൽ കഴിയുന്നവര് വെന്റിലേറ്ററിൽ കഴിയുന്നവർ ഐസിയുവിൽ കഴിയുന്നവർ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവര് എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാ രോഗശാന്തി പ്രദാനിക്കണേ അല്ലാ ഞങ്ങൾ കഴിക്കുന്ന മരുന്നിൽ നീ ശിഫാ പ്രദാനിക്കണേ റഹ്മാനെ അല്ലാഹുവേ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ ലോക മുസൽമാന് നീ ഇസ്സത്ത്
കൊടുക്കണേ അല്ലാ, അഭിമാനം കൊടുക്കണേ അല്ലാ. പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ ലോകത്തെവിടെയെല്ലാം പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കളുടെ ശക്തിയെ നീ ക്ഷയിപ്പിച്ച് കളയണേ റഹ്മാനെ. മുസ്ലിം ഉമ്മത്തിന് നീ എല്ലാവിധ നന്മയും കൊടുക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ വീടുകളിൽ നീ സ്വസ്ഥത തരണേ അല്ലാ, സമാധാനം തരണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിൽ നീ സമാധാനം തരണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്ത് നീ എല്ലാവിധ സാഹോദര്യവും നിലനിർത്തി തരണേ അല്ലാ. ഇലക്ഷൻ കാലം വരികയാണ്, നടക്കുകയാണ്. പടച്ചവനെ, ഞങ്ങൾക്ക് അനുയോജ്യരായ, ഞങ്ങളുടെ നാടിന് ഉപകാരപ്പെടുന്ന നല്ല ഭരണാധികാരികളെ തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് കെലിമ ചൊല്ലി മരിക്കാനുള്ള മഹാ സൗഭാഗ്യം പ്രദാനിക്കണേ അല്ലാ. ഞങ്ങളുടെ ക്ലാസുകൾ സ്ഥിരമായി കേൾക്കുന്ന ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്. പലരും കമന്റ് എഴുതാൻ അറിയില്ല എന്ന് പറയുന്നവരാണ്. ആരെല്ലാം ഈ ക്ലാസ് കേൾക്കുന്നോ, ഇത് മനസ്സിലാക്കുന്നോ, എഴുതി വെക്കുന്നോ, എല്ലാവർക്കും നീ എല്ലാവിധ ദുന്യവിയായ ഉഖറവിയായ നന്മകളും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം നീ പാഴാക്കി കളയല്ലേ റബ്ബേ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള അവസരം തരണേ അല്ലാ. ഹജ്ജ് മാസമൊക്കെ വരികയാണ്. ഒരുപാട് പേര് ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കണേ അല്ലാ. ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഖൈറാക്കണേ അല്ലാ. ഞങ്ങൾക്ക് മദീന സിയാറത്തിന് വലിയ തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് എല്ലാവിധ റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരണേ അല്ലാ. ലോകത്തിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ യുദ്ധം നടക്കുകയാണ്, ഒരുപാട് പ്രതിസന്ധികളിലാണ്, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. പടച്ചവനെ, എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റിക്കൊടുത്ത് യുദ്ധ സാഹചര്യങ്ങളെല്ലാം നീ ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. ആരെല്ലാം ലോകത്ത് പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടോ യുദ്ധം കാരണം, എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. നിന്റെ ശാന്തി കൊടുക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. الحمد لله. നമ്മുടെ സദസ്സ് നാളെയും ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മുടെ സദസ്സും ദുആയും ദിക്റും എല്ലാം സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.